ചക്രവ്യൂഹം ദ ട്രാപ്പ് 2023 ഇറങ്ങിയ തെലുങ്ക് ക്രൈം ചലച്ചിത്രമാണ് ചക്രവ്യൂഹം. ഈ സിനിമ ഡയറക്ട് ചെയ്തത് ചെൽക്കുറി മധുസൂദനനാണ്. എഴുതി ഡയറക്ട് ചെയ്തത് അദ്ദേഹം തന്നെയാണ്. നിങ്ങൾ ഒരു വർഷം ഈ സിനിമ നിങ്ങൾ പലരും കണ്ടു കാണും. ഞാൻ കാണാൻ കുറച്ച് വൈകിപ്പോയി. ആമസോൺ പ്രൈമിലൂടെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൾ ഉണ്ട്, സിരി ആൻഡ് സഞ്ജയ് എന്ന് പറഞ്ഞ രണ്ട് കപ്പിള്. അതുപോലെ അവർക്ക് അവരുടെ ഒരു ബിസിനസ് പാർട്ണർ ആയിട്ടുള്ള ശരത്ത്, ഈ മൂന്ന് പേരും കൂടെ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് സിരി അവരുടെ വൈഫ് കൊല്ലപ്പെടുന്നു. അപ്പൊ അതിനുശേഷം ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ നിലയ്ക്ക് CI സത്യ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറും ജ്ഞാനേശ്വരി എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറും SI ആണ്, CIയും SIയും ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരികയാണ്. ഈ സത്യ എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മൾ അജയ് എന്ന് പറഞ്ഞ ഒരു നടനാണ്. നമ്മൾ മലയാള സിനിമകളിലൊക്കെ ചില വില്ലൻ വേഷങ്ങളിലൊക്കെ അദ്ദേഹം റീസെന്റ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിലെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ തുടക്കമൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇന്നയാളോ ഓക്കെ, ആദ്യം കഥാപാത്രങ്ങളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് കണക്ട് ആകുന്ന രീതിയിലാണ്. സാധാരണ ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവി പോകുന്ന പോലെയാണ്. വേറെ അതിനകത്ത് ട്വിസ്റ്റും ടേൺസും ഒന്നും ഫസ്റ്റ് വരുന്നില്ല. ഈ CIക്ക് ഇവരുടെ ഹസ്ബൻഡിനെ ഭയങ്കര സംശയം തോന്നുന്നുണ്ട്. ഹസ്ബൻഡിനോടുള്ള സംശയം, ഇവര് ഹസ്ബൻഡാണ് കൊന്നതെന്നുള്ള രീതിയിലാണ് ഈ CI ഇത് അന്വേഷിക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സിനിമ ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സിലേക്ക് ട്വിസ്റ്റും ടേൺസും ഒക്കെ നിറഞ്ഞ് ആ ഒരു രീതിയിലാണ് പടം പോകുന്നത്. ഈ പടം എന്ന് പറഞ്ഞാൽ 2 കോടി ബഡ്ജറ്റിൽ ഇറങ്ങി ഏകദേശം 2.5 കോടിയിൽ ഒരു കോടി തിയേറ്ററിൽ നിന്നും ഒക്കെ കളക്ഷൻ കിട്ടിയ പടമാണ്. അപ്പൊ 2 കോടി ബഡ്ജറ്റ് മാത്രമുള്ള പടം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ ടെക്നിക്കൽ വശങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ എഡിറ്റിംഗ് വർക്ക്സും ആണെങ്കിലും ചില ഭാഗമൊക്കെ നമുക്കൊരു സീരിയൽ നിലവാരത്തിലേക്കായിട്ട് പോകുന്നത് കാണാം. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഈ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ, ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറയാം, മഹാഭാരതത്തിൽ അർജുനൻ എടുത്തു വെച്ചൊരു കെണിയാണ്. അതായത് യുദ്ധതന്ത്രം ഒരു വട്ടമായിട്ടുള്ള ഒരു കെണിയാണ്. അപ്പൊ ഈ സിനിമ ലാസ്റ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വില്ലൻ ആ കെണിയിൽ പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ലാസ്റ്റ് വരുമ്പോൾ ആ കെണിയിലേക്ക് ഈ വില്ലൻ വീഴുന്നതായിട്ടാണ്. അപ്പൊ നിങ്ങൾക്കൊരു കുറച്ച് പരിമിതി ഉള്ള ലോ ബഡ്ജറ്റിൽ ഇറങ്ങിയ ലാസ്റ്റ് കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ള ഒരു പടം നിങ്ങൾക്ക് കാണണമെങ്കിൽ, ഒരു കുറ്റാന്വേഷണ കഥ കാണണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആമസോൺ പ്രൈമിൽ ഈ സിനിമ കാണാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്നു. അത്ര മോശം പടം ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ കുറച്ച് പരിമിതികളുണ്ട്. ബഡ്ജറ്റ് അത്തരത്തിലുള്ള ബഡ്ജറ്റാണ്. നമുക്ക് ഒരു എഡിറ്റിംഗിലാണെങ്കിലും ക്യാമറ വർക്കിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ച് പരിമിതികൾ കാണാൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു പടം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണം. നിങ്ങൾക്കൊന്ന് സമയം പോകണമെങ്കിൽ ഒന്ന് കാണണമെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു. സോ നമ്മുടെ ചാനൽ കഴിയുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത്തരത്തിലുള്ള സിനിമകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരണമെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് അത്യാവശ്യമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.